ലെബനാനിലെ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തലോടെ ആഹ്ലാദത്തിമിർപ്പിൽ ആറാടുകയാണ് ലെബനാനികളും ഫലസ്തീനികളും. വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ വിജയം വരിച്ച ശക്തികളുടെ ആഹ്ലാദമാണ് ഇവർ പങ്കിടുന്നത്. ഇതിന് പ്രധാനമായ കാരണം ഈ വെടിനിർത്തലിന് പിന്നിൽ ഇസ്രയേൽ തന്നെയാണ് എന്നതാണ്. എന്നുവെച്ചാൽ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ ശക്തമായ തിരിച്ചടികൾ നേരിടുന്നതിനാൽ അമേരിക്കയെ കൊണ്ട് ലെബനാനുമായി ചർച്ച നടത്തി വെടിനിർത്തൽ വേഗത്തിലാക്കുകയാണ് ഇസ്രയേൽ ചെയ്തത്. പുറം ലോകം അമേരിക്കയുടെ ആവശ്യപ്രകാരം വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചു എന്നും അവരുടെ മേൽനോട്ടത്തിൽ ചർച്ചകൾ ഫലം കണ്ടു എന്നും വിലയിരുത്താൻ വെമ്പൽ കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒന്നുണ്ട്: ഈ യുദ്ധമുഖത്ത് ഇസ്രയേൽ എന്നാൽ അമേരിക്കയാണ്, അമേരിക്ക എന്നാൽ ഇസ്രയേലാണ്. ഇസ്രയേൽ എവിടെ ചെന്നും ആരെയും ആക്രമിക്കുന്നതും ഇതേ അമേരിക്കയുടെ തങ്ങളുടെ ഏത് അന്യായങ്ങൾക്കും കൂട്ടുനിൽക്കുമെന്ന വിശ്വാസം ഇസ്രയേലിന് ഉള്ളതുകൊണ്ടാണ്. അമേരിക്കയുടെ സർവ്വ ആയുധ പിന്തുണയും ഇസ്രയേലിനുണ്ട്. സൈനികവും സാങ്കേതികവുമായ പിന്തുണയുണ്ട്. വലിയ തോതിൽ പണം ഇസ്രയേലിന് അമേരിക്ക നിരുപാധികം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തിലും ഹിസ്ബുള്ളയിൽ നിന്നും അതിശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഇസ്രയേൽ നേരിട്ടത്. ഗാസയിലെ ഹമാസിന് പരിധിയുണ്ട്. അവരുടെ ഒന്നാം നിരയിലെ നേതാക്കൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഗാസ എന്ന ഭൂപ്രദേശം പോലും വളരെ വലിയ രീതിയിൽ രൂപമാറ്റം സംഭവിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടയിലും ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രയേൽ അനുഭവിക്കുന്നതെങ്കിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം അങ്ങനെയല്ല. പേജറുകൾ പൊട്ടിച്ച് അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഹിസ്ബുള്ള സടകുടഞ്ഞെഴുന്നേറ്റത് ലോകം കണ്ടു. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടപ്പോഴും അവർ പതറിയില്ല. ഒരു പോരാട്ട ഗ്രൂപ്പിൻ്റെ തലവൻ നഷ്ടമായാൽ സ്വാഭാവികമായും ആ ചേരി തളരും. എന്നാൽ ക്ഷമയോടെ അവർ അടുത്ത നേതാവിനെ കണ്ടെത്തി ആ നേതാവിന് കീഴിൽ നിലയുറപ്പിച്ച് യുദ്ധം തുടർന്നു. ലെബനാനിലേക്ക് ഇസ്രയേലിൻ്റെ കാലാൾപ്പടയെ കയറ്റാതിരിക്കാൻ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിരോധ കോട്ടകൾ അവർ കെട്ടി. ഇസ്രയേലിലെ ഏത് നഗരത്തിലേക്കും ഏത് സമയത്തും എങ്ങനെയുമുള്ള ആക്രമണങ്ങളും നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഹിസ്ബുള്ള വളർന്നു. ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഹിസ്ബുള്ള റോക്കറ്റുകളും മിസൈലുകളും നിരന്തരം ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിച്ച് പ്രതിരോധിച്ചു. ഹൈഫയും ടെല്ലവീവും വിറച്ചുകൊണ്ടേയിരുന്നു. എന്തിന്, നെതന്യാഹുവിൻ്റെ വീട് വരെ സുരക്ഷിതത്വം ഇല്ലാതെയായി. പുറത്തിറങ്ങാൻ കഴിയാതെ ബങ്കറിലിരുന്ന് ഭരണം നടത്തേണ്ട അവസ്ഥയുണ്ടായി നെതന്യാഹുവിന്. ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജൂതവംശജരെ ഒരു ദേശത്തേക്ക് കുടിയിരുത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് നെതന്യാഹു ദ ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇസ്രയേലിനകത്തുള്ള ജൂതർക്ക് പോലും അവരുടെ പ്രദേശങ്ങളിൽ സുരക്ഷിതരായി കഴിയാൻ പറ്റാത്ത സാഹചര്യം ഇസ്രയേലിനകത്തുണ്ടായി. സ്വന്തം ജനത രാജ്യത്തിനകത്ത് പലായനം ചെയ്യപ്പെടുന്നവരായി മാറി. പുതിയ തലമുറ യുദ്ധം ആഗ്രഹിക്കാത്തതിനാൽ അവർ സുരക്ഷിതമായ രാജ്യങ്ങൾ തേടി യാത്രകൾ പോയി. നിർബന്ധിത സൈനിക സേവനത്തിന് ആളുകളെ കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഹൈഫ തുറമുഖത്ത് കപ്പലുകൾ എത്താതെയായി. ടെല്ലവീവിൽ നിരന്തരം അപായ സൈറണുകൾ മുഴങ്ങിയതോടെ കച്ചവടക്കാർ കടകളടച്ച് വീട്ടിലോ ബങ്കറുകളിലോ ഇരുന്നു. വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങാത്ത അവസ്ഥ. ട്രെയിനുകൾ ഓടിയില്ല. വിമാനത്താവളം വരെ പലപ്പോഴായി അടച്ചിട്ടു. വിദേശ പൗരന്മാരും ടൂറിസ്റ്റുകളും രാജ്യത്തേക്ക് എത്താതെയായി. വാണിജ്യവും വ്യവസായവും തകർന്നു. ഭീമൻ കമ്പനികളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികൾ അവധിയെടുത്ത് പോയതിൽ പിന്നെ തിരികെ വരാത്ത സാഹചര്യമുണ്ടായി. ഈ അവസ്ഥയിൽ ഇസ്രയേലിന് ഒരു ഇടവേള നിർബന്ധിതമായിരുന്നു. അവരുടെ രാഷ്ട്രീയവും സൈനികവുമായ നയപരിപാടികൾക്ക് അവർക്ക് പുതിയ രൂപവും ഭാവവും വരുത്തണം. അതിനവർക്ക് ഇത് നിർബന്ധമാണ്. എത്ര തിരിച്ചടികൾ നേരിട്ടാലും അവ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഇസ്രയേൽ ഭരണകൂടവും സൈന്യവും അവർ കേൾക്കുന്ന തിരിച്ചടികളുടെ എണ്ണം കുറച്ചുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുമ്പോഴും ലോകം സത്യം മനസ്സിലാക്കി തുടങ്ങി. ആയിരക്കണക്കിന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതോടെയും സൈനിക വാഹനങ്ങളും ഉപകരണങ്ങളും തകർക്കപ്പെട്ടതോടെയും ഇടവേള എന്ന ആവശ്യം ഇസ്രയേൽ ഭരണകൂടത്തിന് അംഗീകരിക്കേണ്ടി വന്നു. ഈ ആവശ്യം ഭരണകൂടത്തിൻ്റെത് മാത്രമായിരുന്നില്ല, അത് രാഷ്ട്രീയവും ആയിരുന്നില്ല, സൈനികരുടേതായിരുന്നു. സൈനിക വിങ്ങുകളിൽ അസ്വസ്ഥതയും വിഭാഗീയതയും പടലപ്പിടക്കങ്ങളും പുകയുകയാണ്. ഒപ്പം തമ്മിലടിയും. നിരന്തരമായി അക്ഷീണ യുദ്ധം തുടരുമ്പോൾ ആരോഗ്യകരമായി സൈന്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധോപകരണങ്ങളിൽ കാതലായ അപ്ഡേഷനുകൾ നടത്തേണ്ടിയിരിക്കുന്നു. പല വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുന്നു. പുതിയ സൈനിക റിസർവ് ബറ്റാലിയനുകൾക്ക് പരിശീലനം ആവശ്യമായി വന്നിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഇസ്രയേൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നീങ്ങുമ്പോൾ അവർക്കൊരു ഇടവേള നിർബന്ധമാകുന്നു. ഇതുകൂടാതെ ഒരു ഭാഗത്ത് ഇറാന്റെ ഭീഷണി, മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള. അതേസമയം തന്നെ യമനിലെ ഹൂത്തികളും ഇറാഖിലെ മിലീഷ്യകളും സിറിയയിൽ
നിന്നുള്ള ഭീഷണികൾ വേറെയും, ലോകരാജ്യങ്ങളിലെ ഒറ്റപ്പെടലും നെതന്യാഹുവിനുള്ള അറസ്റ്റ് വാറണ്ടും തുടങ്ങി നിരവധിയായ പ്രതിസന്ധികൾ വേറെയും എല്ലാം കൂടി രാജ്യത്തിനകത്ത് അസ്വസ്ഥതയും സ്വൈരവിഹാരവും തകർത്തെറിഞ്ഞപ്പോഴാണ് അമേരിക്കയെ മുൻനിർത്തി വീണ്ടും വെടിനിർത്തുക എന്ന പേരിൽ ഇസ്രയേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റം ആഗ്രഹിച്ചത്. ഇത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു എന്നൊരിക്കലും കരുതാൻ കഴിയില്ല. ഇസ്രയേലിന്റെ ആവശ്യമായിരുന്നു. മുൻപും ഇതേ രീതി തന്നെയാണ് ഇസ്രയേൽ അവലംബിച്ചത്. ഒരു മാസത്തോളം തുടർച്ചയായി ഹിസ്ബുള്ളയുമായി യുദ്ധത്തിലേർപ്പെട്ട ശേഷം അമേരിക്കയെ ഇറക്കി സമാധാന ഉടമ്പടി ഉണ്ടാക്കി യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇസ്രയേൽ ചെയ്തത്. ഈ താൽക്കാലിക പിൻവാങ്ങലും എന്നേക്കുമുള്ള ഒന്നായി കാണാനും കഴിയില്ല. പൂർവാധികം ശക്തിയോടെ അതിലേറെ ഉള്ളിലൊളിപ്പിച്ച ചതിയിലൂടെ ഇസ്രയേൽ തിരികെ വരും. അക്കാര്യം ഹിസ്ബുള്ളക്കും നന്നായി അറിയാം. ഹിസ്ബുള്ളയുടെ കയ്യിൽ എന്ത് തരത്തിലുള്ള ആയുധങ്ങളുണ്ടെന്നോ എത്രത്തോളം ഉണ്ടെന്നോ ഒന്നും ഇസ്രയേലിനോ അമേരിക്കക്കോ വശമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം വീണ്ടും മൂർച്ച കൂട്ടാൻ ഇസ്രയേൽ തയ്യാറാകുമ്പോൾ ഇടവേളകളിൽ ഹിസ്ബുള്ളക്ക് വീണ്ടും സംഘടിക്കാനും കരുത്തരാകുവാനുമുള്ള അവസരവും ലഭിച്ചേക്കും. പക്ഷേ അതിനിടയിൽ ഇസ്രയേൽ പുതിയ പോർമുഖം തുറക്കും. ഇനിയൊരു പക്ഷേ യമനെയും സിറിയയെയും ആക്രമിക്കുക എന്നതായിരിക്കും പുതിയ ലക്ഷ്യം. വെടിനിർത്തൽ ചതിയിലൂടെ ഇവരെ ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ള കരാർ പ്രകാരം പ്രതികരിക്കാതിരിക്കുമെന്ന കണക്കുകൂട്ടലാകാം ഇസ്രയേലിൻ്റേത്. അങ്ങനെയെങ്കിൽ പുതിയ പോർമുഖത്ത് ഹിസ്ബുള്ള എന്തെല്ലാം പുതിയ തന്ത്രങ്ങൾ കൈക്കൊള്ളുമെന്നും കണ്ടറിയണം. ഹിസ്ബുള്ള അഥവാ കരാർ പാലിച്ച് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ പകരം ആരാകും പ്രതികരണവുമായി രംഗത്ത് വരിക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും ഇവിടെ വിജയിച്ചത് ലെബനാനികളും ഫലസ്തീനുകളുമാണ്. കാരണം അവരുടെ ആയുധങ്ങൾക്ക് മുൻപിലല്ല, സർവസജ്ജരായ ഒരു സൈനിക വിഭാഗത്തെ മനസ്സുറപ്പ് കൊണ്ട് എതിർത്ത് തോൽപ്പിച്ച ജനതയായതുകൊണ്ട് അവർ വിജയിച്ചവർ തന്നെയാണ്.